ഹായ് ഡിയേഴ്സ്, സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ശബ്ദതരംഗങ്ങൾ. 9th നിങ്ങൾ ലാസ്റ്റ് ചാപ്റ്ററായിട്ട് ശബ്ദം പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വളരെ കുറച്ച് കാര്യങ്ങളെ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ശബ്ദവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഊഞ്ഞാലാട്ടവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്നിട്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഊഞ്ഞാലാട്ടം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു സിറ്റുവേഷനൊന്നുമല്ല അല്ലേ. എല്ലാവരും ഊഞ്ഞാലൊക്കെ ആടിയിട്ടുള്ളവരാണ്. ഒരാൾ തന്നെ ഇരുന്നിട്ടാണ് ഊഞ്ഞാലാടുന്നതെങ്കിൽ ഒരു പ്രശ്നവും അല്ലേ. അയാൾക്ക് വന്നിരിക്കുക, ആടാ, മതിയാകുമ്പോൾ എഴുന്നേറ്റ് പോവുക, അവിടെ ഒരു തർക്കങ്ങളും ഇല്ല. പക്ഷേ ഒന്നിലധികം പേര് ഊഞ്ഞാലാടാനുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു തർക്കം ഉണ്ടാവും അല്ലേ. ഇവിടെ രണ്ട് കുട്ടികൾ ഊഞ്ഞാലാടുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തർക്കം ഉണ്ടായി. അപ്പോൾ ആ ഒരു തർക്കം ടീച്ചർ പരിഹരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വന്നിട്ടാണ് ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ 2-3 കുട്ടികൾ ഒരു കുട്ടിയുടെ ആട്ടം കഴിഞ്ഞിട്ട് അടുത്തത് ആടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരു ആൺകുട്ടിയോട് പറയുന്നത്, ഊഞ്ഞാലിരിക്കുന്ന കുട്ടി 10 ആട്ടം കഴിഞ്ഞിട്ടും മാറി തരണില്ല, ഇനി എൻ്റെ ആട്ടാണെന്നൊക്കെ ആ കുട്ടി പറയാണ്. പക്ഷേ ഊഞ്ഞാലിരിക്കുന്ന കുട്ടി പറയാണ്, ടീച്ചറെ 5 ആട്ടേ ആയിട്ടുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ ടീച്ചറും പറയാണെന്ത്, ശരിയാണല്ലോ, 5 ആട്ടം ആയിട്ടുള്ളല്ലോ എന്ന്. അപ്പോൾ ഇവരെങ്ങനെയായിരിക്കും ആ ഊഞ്ഞാലാട്ടത്തിനെ കൗണ്ട് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് നമുക്ക് ആൻസർ ചെയ്യാം. ഊഞ്ഞാലിൻ്റെ ചലനം ഏതു തരമാണ്? വർത്തുളം, ദോലനം. ഈ വർത്തുള ചലനം എന്ന് പറയുന്നത് എങ്ങനെയാ? വൃത്താകൃതിയിൽ ചലിച്ചുകൊണ്ടിരിക്കുക അല്ലേ, അതിനാണ് വർത്തുള ചലനം എന്ന് പറയുന്നത്. ഇനി ദോലനം എന്ന് പറയുന്നത് എന്താ? അത് ഊഞ്ഞാലിൻ്റെ ചലനമാണ്. അതായത് മുന്നോട്ടും പുറകോട്ടുള്ള ചലനത്തെയാണ് ദോലനം എന്ന് പറയുന്നത്. അതായത് ഊഞ്ഞാലിൻ്റെ ചലനത്തെ സൂചിപ്പിക്കുന്ന രേഖാചിത്രം നിരീക്ഷിക്കും. ഊഞ്ഞാൽ സ്വതന്ത്രാവസ്ഥയിൽ നിന്ന് ദോലനം ആരംഭിക്കുന്ന സ്ഥാനം, അതിന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് തുലനസ്ഥാനം. അപ്പോൾ ആരംഭിക്കുന്ന സ്ഥാനത്തിനെ പറയുന്ന മറ്റൊരു പേരാണ് തുലനസ്ഥാനം. അത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ എ, ഒ, ബി എന്ന് പറഞ്ഞ ചിത്രത്തിൽ തന്നിട്ടുണ്ട്. ഇവിടെ ഒ എന്ന് പറയുന്ന പോയിന്റാണ് ഊഞ്ഞാലിൻ്റെ തുലനസ്ഥാനം അല്ലെങ്കിൽ ദോലനം ആരംഭിക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത്. ഇനി ഇവിടെ ദോലനത്തിൻ്റെ നിർവചനം തന്നിട്ടുണ്ട്. ഒരു വസ്തു തുലനസ്ഥാനത്തെ ആസ്പദമാക്കി കൃത്യമായ ഇടവേളകളിൽ ഇരുവശത്തേക്കും ചലിക്കുന്നതാണ് ദോലനം എന്ന് പറയുന്നത്. അപ്പോൾ ദോലനം എന്ന് പറയുന്നത് എന്നിട്ടാ, ഒരു തുലനസ്ഥാനത്ത് നിന്നും 2 ഭാഗത്തേക്കും തുല്യമായ ഇടവേളകളിൽ ചലിക്കുന്നതിനെയാണ് ദോലനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത് ഊഞ്ഞാലിൻ്റെ ഏതു തരം ചലനമാണെന്ന് പഠിച്ചു വയ്ക്കണം. അതേപോലെ തന്നെ ദോലനം ആരംഭിക്കുന്ന സ്ഥാനം, അതായത് തുലനസ്ഥാനം ഏതാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ തന്നെ ദോലനം എന്താണെന്നും മനസ്സിലാക്കി വയ്ക്കുക. ഇത്രയും ഈ 3 കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്തു നിന്നും പഠിക്കാനുള്ളത്. തന്നിരിക്കുന്ന ചിത്രവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതൊന്ന് നമുക്ക് നോക്കാം. ചിത്രത്തിൽ തുലന സ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരം എത്ര? സ്ഥാനാന്തരം എന്താണെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടോ? 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഓർമ്മയില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തി തരാം. അതായത് ആദ്യ സ്ഥാനത്ത് നിന്നും അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖ ദൂരത്തെയാണ് സ്ഥാനാന്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഊഞ്ഞാലിൻ്റെ ഒ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ക്യാപിറ്റൽ എ എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള പരമാവധി ദൂരം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എ ആണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് സ്മോൾ ലെറ്റർ എ ആണ്. അപ്പോൾ ബ്രാക്കറ്റിൽ നിന്നും സ്മോൾ ലെറ്റർ എ നമുക്ക് ടിക്ക് ചെയ്യാം. തുലന സ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരത്തിൻ്റെ അളവാണ് ആയതി എന്ന് പറയുന്നത്. അതായത് തുലനസ്ഥാനം എന്ന് പറയുന്നത് ഒ എന്ന് പറയുന്ന പോയിന്റ് ആണ് അല്ലേ. ആ ഒ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരത്തിൻ്റെ അളവിനെ പറയുന്നതാണ് ആയതി എന്ന് പറയുന്നത്. ആയതി എ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കും. ആയതിയുടെ SI യൂണിറ്റ് മീറ്റർ ആകുന്നു. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഒരു ഭാഗമാണിത്. ഇത് അടയാളപ്പെടുത്തി വെക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഊഞ്ഞാൽ ഒരു ആട്ടം അല്ലെങ്കിൽ ദോലനം പൂർത്തിയാക്കുന്നത് എപ്പോഴാണ്? ഇവിടെ ബ്രാക്കറ്റ് തന്നിട്ടുണ്ട്. ഓയിൽ നിന്ന് എയിൽ എത്തി തിരികെ ഓയിൽ എത്തുമ്പോൾ. അടുത്ത ഓപ്ഷൻ, ഓയിൽ നിന്ന് എയിൽ എത്തി അവിടെ നിന്നും ബിയിലെത്തി തിരികെ ഓയിൽ എത്തുമ്പോൾ. അപ്പോൾ ഇതിൽ ഏതായിരിക്കും വരുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്ന 2 സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ആദ്യം പറഞ്ഞിരിക്കുന്നത് ഓയിൽ നിന്നും എയിലെത്തി തിരികെ ഓയിലെത്തുമ്പോൾ. രണ്ടാമത്തെ സിറ്റുവേഷൻ പറഞ്ഞിരിക്കുന്നത് ഓയിൽ നിന്നും എയിലെത്തി തിരികെ ബിയിലേക്ക് സഞ്ചരിച്ചതിന് ശേഷം വീണ്ടും ഓയിൽ തിരിച്ചെത്താം. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ 2ാമത്തതാണ് കേട്ടോ. ഇനി ഒരു ദോലനം എപ്പോഴാണ് പൂർത്തിയാകുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓയിൽ നിന്നും പുറപ്പെട്ട് ഇരുവശങ്ങളിലേക്കും പോയി തിരികെ ഓയിൽ എത്തുമ്പോഴാണ് ഊഞ്ഞാൽ ഒരു ദോലനം പൂർത്തിയാകുന്നത്. അതായത് ചിത്രം 1-1 ബി തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ 1-1 സി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1-1 ബി ഒന്ന് നോക്കി നോക്കാം എങ്ങനെയാണ് അതിൽ തന്നിരിക്കുന്നതെന്ന്. ഇവിടെ ഞാൻ ആരോ മാർക്കിന് 1-2 എന്ന് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഓയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് എയിലെത്തി തിരികെ എയിൽ നിന്നും ബിയിലേക്ക് ഊഞ്ഞാലിൽ പോവുകയാണ്. അതിനുശേഷം ബിയിൽ നിന്നും തിരികെ ഓയിലേക്ക് എത്താണ്. അപ്പോൾ 2ഉം 3 എന്ന് പറയുന്നത് സെയിം ഡയറക്ഷനാണ്. അതിനുശേഷം 4ാമത്തേത് വരുന്നത് വീണ്ടും ഓയിലേക്കാണ്. അപ്പോൾ അവിടെ ഓയിൽ നിന്നാണ് ഇവിടെ ഈ ഊഞ്ഞാലിൻ്റെ
സ്റ്റാർട്ടിങ് വരുന്നത്. അത് രണ്ട് സൈഡിലേക്ക് സഞ്ചരിച്ച് വീണ്ടും ഓയിൽ തന്നെ എത്താണ് ചെയ്യുന്നത്. ഇനി 1 സി എന്ന് പറയുന്ന ചിത്രവും ശരി തന്നെയാണ്. കാരണം ഇവിടെ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എയിൽ നിന്ന് തുടങ്ങി ബിയിലെത്തി വീണ്ടും ബിയിൽ നിന്നും എയിലേക്ക് തിരിച്ചെത്താണ്. അങ്ങനെയാവുമ്പോഴും ഒരു ദോലനം തന്നെയാണ്. അപ്പോൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ പോയിന്റിൽ തന്നെ വീണ്ടും തിരിച്ചെത്തുമ്പോഴാണ് ഒരു ദോലനം കംപ്ലീറ്റ് ആവുന്നത്. ഓയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. കേട്ടല്ലോ. എവിടെ നിന്ന് ചലനം തുടങ്ങിയോ അതേ ദിശയിൽ അവിടെ തിരിച്ചു വരുന്നതാണ് ഒരു ദോലനം. എയിൽ നിന്നാണ് എണ്ണാൻ തുടങ്ങുന്നതെങ്കിലോ എയിൽ നിന്ന് ബിയിൽ പോയി തിരികെ എയിൽ എത്തുമ്പോഴാണ് ഊഞ്ഞാൽ ഒരു ദോലനം പൂർത്തിയാകുന്നത്. അതായത് 1 സി നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു നിർത്തിയതാണ്. ഊഞ്ഞാലാടാൻ ഊഴം കാത്തു നിൽക്കുന്ന കുട്ടിയും ഊഞ്ഞാലാടുന്ന കുട്ടിയും കണ്ടെത്തിയ ദോലനങ്ങളുടെ എണ്ണം വ്യത്യസ്തമായതിന് കാരണം എന്തായിരിക്കും? അപ്പോൾ ഊഞ്ഞാലാടുന്ന കുട്ടി പറഞ്ഞു 5 ആട്ടേ ആടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ആ കുട്ടി എണ്ണിയതാണ് ശരിയെന്ന് ടീച്ചറും പറഞ്ഞു. അപ്പോൾ ആ കുട്ടി എണ്ണിയത് എങ്ങനെയായിരിക്കും? ഈ ചിത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ആയിരിക്കും. 1 ബിയോ അല്ലെങ്കിൽ 1 സിയോ ആയിരിക്കും. പക്ഷേ ആൺകുട്ടി പറഞ്ഞത് 10 ആട്ടാടിയെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ആ കുട്ടി എങ്ങനെയായിരിക്കും എണ്ണിട്ടുണ്ടാവുക? രണ്ട് സൈഡിലേക്കും. അതായത് ഇപ്പോൾ ഓയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് എയിലെത്തിയപ്പോൾ ആ കുട്ടി 1 കൗണ്ട് ചെയ്തു. വീണ്ടും ഓയിലേക്ക് തിരിച്ചെത്തി. അതിനുശേഷം ബിയിലേക്ക് പോയി വീണ്ടും ഓയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ആ കുട്ടി 2 കൗണ്ട് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ആൺകുട്ടി കൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് 10 ആട്ടം കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായല്ലോ. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ പെൺകുട്ടി എണ്ണിയത് രണ്ട് സൈഡിലെയും കൂട്ടിയിട്ട് 1 കൗണ്ട് ചെയ്തു. ആൺകുട്ടിയാണെന്നുണ്ടെങ്കിലോ രണ്ട് സൈഡിലേക്കും 2 നമ്പറുകൾ വെച്ചിട്ട് എണ്ണി അല്ലേ. ഒരു സൈഡിലേക്ക് 1 മറ്റേ സൈഡിലേക്ക് 2 പറഞ്ഞ് കൗണ്ട് ചെയ്തപ്പോഴാണ് 10 കിട്ടിയത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഇനി ഇവിടെ പറഞ്ഞിട്ടുള്ളത് ദോലന ചലനങ്ങൾക്ക് കൂടുതൽ ഉദാഹരണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നിവിടെ തന്നിട്ടുണ്ട് ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം. അതായത് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ക്ലോക്കാണ് ലെഫ്റ്റ് സൈഡിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ക്ലോക്കിലെ പെൻഡുലം ചലിക്കുന്നത് ഇരുദിശകളിലേക്കാണ്. ഇനി ഇതിലേക്ക് കൂടുതൽ എക്സാമ്പിൾ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നമുക്ക് പറയാം ഊഞ്ഞാലിൻ്റെ ചലനം അല്ലേ. അതിപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു. ഇനി പക്ഷികളുടെ ചിറകിൻ്റെ ചലനം, വീണയുടെ കമ്പിയുടെ ചലനം, വാഹനങ്ങളിലെ വൈപ്പറിൻ്റെ ചലനം. ഇനി നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാം. അടുത്തത് ഇവിടെ തന്നിട്ടുള്ളത് പെൻഡുലം ക്ലോക്കിലെ ഒരു ദോലനത്തിന് ആവശ്യമായിട്ടുള്ള സമയം കണ്ടുപിടിക്കാനാണ്. അതിവിടെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. 30 ദോലനങ്ങൾക്ക് 1 മിനിറ്റ് സമയമെടുക്കുന്ന ഒരു പെൻഡുലം ഒരു ദോലനം പൂർത്തിയാക്കാൻ എത്ര സമയമെടുക്കുമെന്ന് കണ്ടെത്താമോ? അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് 30 ദോലനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സമയം എന്ന് പറയുന്നത് 1 മിനിറ്റ് ആണ്. 1 മിനിറ്റ് എന്ന് പറയുന്നത് എത്രയാ? 60 സെക്കൻഡ് ആണ് അല്ലേ. അപ്പോൾ ഒരു ദോലനത്തിന് ആവശ്യമായിട്ടുള്ള സമയം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 60 സെക്കൻഡ് ബൈ 30 ദോലനം അല്ലേ. അപ്പോൾ 60/30 പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വരും? 2 സെക്കൻഡാണ്. അതായത് ഒരു ദോലനത്തിന് ആവശ്യമായിട്ടുള്ള സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സെക്കൻഡാണ്. വളരെ സിമ്പിളായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ ഒരു 30 പേനയ്ക്ക് 60 രൂപയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പേനയുടെ വില കണ്ടുപിടിക്കാൻ പറയാമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? 60/30 ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും? 2 കിട്ടും. അതായത് ഒരു പേനയുടെ വില എന്ന് പറയുന്നത് 2 രൂപയായിരിക്കും. ആ സെയിം പ്രോബ്ലം തന്നെയാണ് ഇതും കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വളരെ സിമ്പിളായിട്ടൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുമായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. കഴിഞ്ഞൊരു പേജിൽ പഠിക്കാനുള്ളത് ആയതി എന്നാൽ എന്ത്, ആയതിയെ സൂചിപ്പിക്കുന്ന ലെറ്റർ എന്ത്, അതിൻ്റെ SI യൂണിറ്റ് എന്ത്, അതുപോലെ തന്നെ ഒരു ദോലനം എന്നാൽ എന്ത്, അതേപോലെ തന്നെ ദോലനങ്ങൾക്കുള്ള ഉദാഹരണം, പിന്നെ ഒരു ദോലനത്തിന് ആവശ്യമായിട്ടുള്ള സമയം കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇത്തരം കാര്യങ്ങളാണ് കഴിഞ്ഞൊരു പേജിൽ നമ്മൾ പറഞ്ഞത്. ഒരു ദോലനത്തിന് ആവശ്യമായ സമയത്തെ പീരീഡ് എന്ന് പറയുന്നു. ഇത് T എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. പീരീഡ് അളക്കുന്നത് സെക്കൻഡ് എന്ന യൂണിറ്റ് ഉപയോഗിച്ചാണ്. അപ്പോൾ ഇവിടെ ഇനി പഠിക്കാനുള്ളത് പീരീഡ് എന്താണെന്നാണ്. അതായത് ഒരു ദോലനത്തിന് എടുക്കുന്ന ആകെ സമയത്തെയാണ് പീരീഡ് എന്ന് പറയുന്നത്. അതിനെ T എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇനി അതിൻ്റെ യൂണിറ്റ് എന്താ? സെക്കൻഡാണ്. ഇതേ പെൻഡുലം ഒരു സെക്കൻഡിൽ എത്ര ദോലനങ്ങൾ പൂർത്തിയാകുമെന്ന് കണ്ടെത്തൂ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പെൻഡുലത്തിൻ്റെ കാര്യം തന്നെ പറയാണ്. അവിടെ നമ്മൾ കണ്ടെത്തിയത് ഒരു ദോലനത്തിന് എടുക്കുന്ന സമയമാണ് അല്ലേ. ഇവിടെ കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നതോ ഒരു സെക്കൻഡിൽ എത്ര ദോലനങ്ങൾ പൂർത്തിയാകുന്നതാണ്. അതായത് ദോലനങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു മിനിറ്റിലെ ദോലനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 30 എണ്ണമാണ് അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡിലെ ദോലനങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കണമെങ്കിലോ 30/60. അതായത് 0 ക്യാൻസൽ ചെയ്ത് പോകും. 3ൽ 6 2 പ്രാവശ്യം പോകും അല്ലേ. അപ്പോൾ മുകളിൽ 1 വരും, താഴെ 2 വരും. അപ്പോൾ നമുക്ക് ഹാഫാണ് വരുന്നത്. ഹാഫിന് നമുക്ക് 0.5 എന്ന് എഴുതാം. നേരത്തെ ചെയ്ത പ്രോബ്ലം ഇപ്പോൾ ചെയ്ത പ്രോബ്ലം കൂടി നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അതായത് ഒരു ദോലനത്തിന് ആവശ്യമായിട്ടുള്ള സമയം എന്ന് പറയുന്നത് 2 സെക്കൻഡാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് എത്ര ദോലനം പൂർത്തിയാകും? 1ൻ്റെ പകുതി അര അല്ലേ, 0.5 അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അവിടെ ഇനി അതിൽ വേറെ കൺഫ്യൂഷനൊന്നും വേണ്ട. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന
ദോലനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി എന്ന് പറയുന്നത്. ആവൃത്തിയുടെ SI യൂണിറ്റ് ആണ് ഹെഡ്സ്. ആവൃത്തി സൂചിപ്പിക്കുന്നത് F എന്ന അക്ഷരം കൊണ്ടാണ്. അപ്പോൾ ഇവിടെ ആവൃത്തി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഊഞ്ഞാലാട്ടം തന്നെ എടുക്കുക. അപ്പോൾ നമ്മൾ 1 സെക്കൻഡ് ഒരാൾക്ക് ആടാൻ വേണ്ടി 1 സെക്കൻഡ് സമയം കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു കുട്ടി 5 പ്രാവശ്യം ആടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഊഞ്ഞാലിൻ്റെ ആവൃത്തി എന്ന് പറയുന്നത് 5 ഹെഡ്സ് ആയിരിക്കും. മനസ്സിലായോ? അതായത് 1 സെക്കൻഡിൽ എത്ര ദോലനങ്ങൾ എടുക്കണുണ്ടോ അതാണ് ആ ഒരു വസ്തുവിൻ്റെ ആവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ഹെഡ്സ് ആണ്. ക്യാപിറ്റൽ ലെറ്റർ ആണ് എച്ചും സെഡും എഴുതണത്. എച്ചിൻ്റെ സഫിക്സ് ആയിട്ട്, അതായത് അടിയിലായിട്ട് സെഡ് എഴുതണം. അല്ലാണ്ട് എച്ചിൻ്റെ ഒപ്പം തന്നെ സെഡ് എഴുതാൻ പാടില്ല. മനസ്സിലായല്ലോ? ആവൃത്തി സൂചിപ്പിക്കുന്നത് F അക്ഷരം കൊണ്ടാണ്. അപ്പോൾ ആവൃത്തി എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. അടുത്തത് നോക്കാം. കുറഞ്ഞ ആയതിയിൽ ഒരു പെൻഡുലം ദോലനം ചെയ്യിച്ച് പെൻഡുലത്തിൻ്റെ പിരീഡ്, ആവൃത്തി ഇവ കണ്ടെത്തിയാലോ? ഒരു ബോബ് ചരലിൽ കെട്ടി സ്റ്റാൻഡിൽ തൂക്കിയിടുക. ഈ സംവിധാനമാണ് സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത്. ചിത്രം 1.3 കാണിച്ചിരിക്കുന്നതാണ് സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത്. സിമ്പിൾ പെൻഡുലം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി കേട്ടോ. ആ സിമ്പിൾ പെൻഡുലത്തിന് ആകെ കൂടെ ഒരു ബോബ് ഉണ്ടായിരിക്കും, അതിൽ നിന്നൊരു ചരടുണ്ടായിരിക്കും. ആ ചരടിനെ എവിടെയെങ്കിലും ഒന്ന് ഉറപ്പിച്ച് നിർത്താം. അപ്പോൾ സിമ്പിൾ പെൻഡുലം എന്താണ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കുന്നില്ല കേട്ടോ. അത് വെച്ച് ടെൻഷൻ അടിക്കണ്ട. സിമ്പിൾ പെൻഡുലം ഉപയോഗിച്ചുള്ള പരീക്ഷണം ചെയ്യാൻ വേണ്ടിയിട്ട് മീറ്റർ സ്കെയിൽ വേണം, അതുപോലെ തന്നെ സ്റ്റോപ്പ് വാച്ച് വേണം, സിമ്പിൾ പെൻഡുലം വേണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ബോക്സ് ഒന്ന് ഫില്ല് ചെയ്യാം. ഇവിടെ പെൻഡുലത്തിൻ്റെ നീളം കൊടുത്തിട്ടുണ്ട് 25 സെൻറ്റിമീറ്റർ, 60 സെൻറ്റിമീറ്റർ, 100 സെൻറ്റിമീറ്റർ. ഇനി 10 ദോലനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സമയം കണ്ടെത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ n എന്ന് പറയുന്നത് 10 ആണ്. 10 ദോലനമാണ് ആകെ വേണ്ടത്. ഇനി ഇവിടെ 25 എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ളത് ആ ബോബിനെ കെട്ടി തൂക്കിയിട്ടുള്ള ചരടിൻ്റെ നീളമാണ് 25 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ 25 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ചരട് എടുത്തിട്ട് ഈ ബോബിനെ കെട്ടി തൂക്കിയിടാം. അതിന് ശേഷം ഒന്ന് ആട്ടി വിടാം. അപ്പോൾ ഒരു 10 ദോലനം എത്തുമ്പോൾ എത്ര സമയം എടുത്തു എന്ന് സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ചിട്ട് കണ്ടെത്താം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 15 സെക്കൻഡ് എടുത്തുനിന്ന് നമുക്ക് വിചാരിക്കാം. ഇനി ചരടിൻ്റെ നീളം 60 സെൻറ്റിമീറ്റർ ആക്കുക. അതിനുശേഷം 10 ദോലനത്തിന് ആവശ്യമായിട്ടുള്ള സമയം കണ്ടെത്താം. അത് 18 ആണെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ 100 സെൻറ്റിമീറ്ററിലുള്ള ചരട് എടുത്തതിന് ശേഷം ഈ എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള സമയം 22 ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ നമുക്ക് പീരീഡ് ടി കണ്ടുപിടിക്കണം. പീരീഡ് ടി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആകെ സമയം ബൈ ദോലനങ്ങളുടെ എണ്ണം, ഇതാണ് പീരീഡ് ടി കാണാനുള്ള സമവാക്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ടി കണ്ടുപിടിക്കാം. പീരീഡ് ടി കാണാൻ വേണ്ടിയിട്ട് ആകെ സമയം എത്രയാണ്? 15. 10 ദോലനം അല്ല, ദോലനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ 15/10 എന്ന് പറയുമ്പോൾ 1.5. ഇനി അടുത്തത് 18ൻ്റെ പീരീഡ് കണ്ടുപിടിക്കാൻ വേണ്ടി പറയാമെന്നുണ്ടെങ്കിൽ 18/10 1.8. 22ൻ്റെ ആണെന്നുണ്ടെങ്കിൽ 22/10 2.2. ഇനി ആവൃത്തി കണ്ടുപിടിക്കണം. ആവൃത്തി കണ്ടുപിടിക്കാനുള്ള സമവാക്യം എന്ന് പറഞ്ഞാൽ ദോലനങ്ങളുടെ എണ്ണം ബൈ സമയം. ദോലനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എല്ലാത്തിലും 10 തന്നെയാണ് അല്ലേ, അതിനൊരു മാറ്റവും ഇല്ല. അപ്പോൾ 10/15 0.66 കിട്ടും. അടുത്തത് 10/18 0.55 കിട്ടും. 10/22 0.45 കിട്ടും. ഇങ്ങനെയാണ് ആവൃത്തി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആവൃത്തി കാണാൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. ഇനി ഈ ടേബിളുമായി ബന്ധപ്പെട്ട് 1-2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതും കൂടി നമുക്കൊന്ന് ആൻസർ ചെയ്യാം. പെൻഡുലത്തിൻ്റെ നീളം കൂടുമ്പോൾ ആവൃത്തിയിൽ എന്തു മാറ്റം ഉണ്ടാകും? കൂടുന്നു, കുറയുന്നു എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് നോക്കാം. പെൻഡുലത്തിൻ്റെ നീളം 25 ആയിരുന്നപ്പോൾ ആവൃത്തി 0.66 ആയിരുന്നു. ഇനി പെൻഡുലത്തിൻ്റെ നീളം 60 ആയപ്പോഴോ 0.55 ആണ് അല്ലേ. 100 ആയപ്പോഴോ 0.45 ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? പെൻഡുലത്തിൻ്റെ നീളം കൂടുമ്പോൾ ആവൃത്തി കുറയുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അടയാളപ്പെടുത്തി വയ്ക്കണം കേട്ടോ. ഇനി അടുത്തത് പീരീഡും ആവൃത്തിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഒരു ദോലനത്തിന് ആവശ്യമായ സമയമാണ് ടി എന്ന് പറയുന്നത് അല്ലേ. ഇനി ഒരു സെക്കൻഡിലുണ്ടായ ദോലനങ്ങളുടെ എണ്ണമാണ് എഫ്, ആവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇവ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ പറയാം ആവൃത്തി എന്ന് പറയുന്നത് F=1/T ആണ്. അതായത് ഇവിടെ എന്താ, പീരീഡ് കൂടുമ്പോൾ ആവൃത്തി കുറയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ. അതായത് പീരീഡ് ടി കാണാനുള്ള സമവാക്യം എന്ന് പറഞ്ഞാൽ t/n ആണ്. ആവൃത്തി എഫ് കാണുന്ന ഇക്വേഷൻ എന്താ, ആ പീരീഡിനെ തിരിച്ചിട്ടാൽ മതി, അതായത് n/t ആണ്. അപ്പോൾ ആവൃത്തി എന്താ, കുറയാണ് ചെയ്യുന്നത് അല്ലേ. പീരീഡ് കൂടുമ്പോൾ ആവൃത്തി കുറയുന്നു. ഫസ്റ്റ് പാർട്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ എൻ്റെ അടുത്ത് ചോദിക്കാം, അത് ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.